എക്സ്പെരിമെൻറ്റിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇക്കോളയിൽ നമ്മൾ N15 ഹെവി ഐസോട്ടോപ്പുള്ള N15 മീഡിയയിൽ വളർത്തിയിട്ട് ഇക്കോളയ്ക്ക് മുഴുവൻ ഇൻകോപ്പറേറ്റ് ചെയ്ത് N15 DNA കിട്ടി. സോ ഇക്കോളയുടെ ആ N15 DNA നമ്മൾ എന്ത് ചെയ്തു, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെന്ത് N14 മീഡിയത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. സോ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടിയത്? സോ ആ ഇക്കോളൈന് N15 DNA ഉള്ള ഇക്കോളൈന് 20 മിനിറ്റ് ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, N14 മീഡിയയിലേക്ക് മാറ്റി. സോ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ N14 മീഡിയയിൽ 20 മിനിറ്റ് കഴിഞ്ഞ് ആ മീഡിയയിൽ ഇക്കോളൈന് DNA ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹൈബ്രിഡ് ഫോമിലാണ് കിട്ടിയത്. ഇത് ഫുള്ള് N15 ആണ് റെഡ്. സോ ബ്ലൂ വന്നതിൻ്റെ അർത്ഥം അതെന്താ, അത് നോർമൽ DNA ആണ്, N14 DNA. സോ ഹൈബ്രിഡ് ഫോമിലുള്ള ഒരു ഇതാണ്. N15 അല്ല കിട്ടിയത്, N14 അല്ല. സോ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ N15 N14 എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് ഫോമിലാണ്, N15 N14 ഹൈബ്രിഡ്. ഇതാണ് നമ്മളെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് കാണിക്കുന്നത്. സോ N15 ആയിരുന്നപ്പോൾ ഹെവി ഐസോടോപ്പിൻ്റെ ഒരു ബാൻഡാണ് N15, ആ റെഡ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ N14 മീഡിയയ്ക്ക് മാറ്റിയപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ N15 N14 ഒരു ഹൈബ്രിഡ് ഫോമിലുള്ള ബാൻഡുകൾ സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിലെ സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വീണ്ടും 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്, മിക്സഡ് ഫോമാണ്. ഹൈബ്രിഡ് ഫോം ഹാഫ് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഏത് മീഡിയയിലാണ് വളരുന്നത്, N14 മീഡിയയിലാണ്. ആ N14 കണ്ടു. സോ പകുതി N14 മീഡിയവും പകുതി ഹൈബ്രിഡ് ഫോമിലും കണ്ടു. സോ ഈ ബ്ലൂ കളർ കാണിക്കുന്നത് ആ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഉള്ള മീഡിയ ഏതാണ്, N14 മീഡിയ. സോ ആ N14ൻ്റെ പകുതിയുണ്ട്. അതുപോലെ N15 N14 N15 N14ൻ്റെ ആ ഒരു ഹൈബ്രിഡ് ഫോമും മിക്സഡായിട്ട് കിട്ടി. അതിൻ്റെയും ഇതുപോലെ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് കണ്ടപ്പോഴുള്ള പിക്ചറാണ്. N14 N14 ലൈറ്റായിട്ട് നോർമൽ DNA, അതുപോലെ N14 N15 ഹൈബ്രിഡ് ഫോമിലുള്ള DNA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് മീസൽസൺ ആൻഡ് സ്റ്റാളിൻ്റെ സെമി കൺസർവേറ്റീവിലാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ്.